ഹായ് ഹലോ ഗൈസ്. ഹലോ ഗായ്സ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വ്ലോഗ് എടുക്കാൻ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോ എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എവിടേക്കാ പോണത് നമ്മള്? ഇന്ന് നമ്മള് ഒരു ആവശ്യമുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പാലക്കാടിൽ നിന്നും നേരെ ഊട്ടിയിലേക്കാണ് പോണത്. കുന്നൂർ അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറന്റിലോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അല്ലേ? എവിടേക്കൊക്കെ പറഞ്ഞു കൊടുക്ക് റെസ്റ്റോറന്റിന്റെ പേര്. രാമചന്ദ്ര ഹോട്ടൽ. എത്ര വർഷം നിങ്ങൾ അതൊക്കെ റിസർച്ച് ഒക്കെ 1946 എന്താണ് കേട്ട്. പക്ഷെ അടിപൊളി ഫുഡാണെന്ന് കേട്ടു. പിന്നെ നല്ല ക്ലൈമറ്റ് ആണ്. ഇവിടെയൊക്കെ മഴയാണ്. അപ്പൊ അടിപൊളി ക്ലൈമറ്റ് ഊട്ടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ പോയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പോകുന്നുണ്ട്. പല കാണുന്നില്ല. ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതിങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് വൈഷ്ണവ് ക്യാമറ ആദി ചന്ദൂസിനോടൊപ്പം ബ്ലോഗർ വൈഷ്ണവായിരിക്കും ഇന്നത്തെ. കുറച്ച് 10 മിനിറ്റ് ഉള്ളൂ. ഇനിയിപ്പോ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പിള്ളേർ കയറും. അത് കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല. ചന്തു തന്നെ ആയിരിക്കും വ്ലോഗ്. ശരി, അപ്പൊ നമ്മള് കുറച്ച് പാക്കിംഗ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുള്ള ക്യാമറ ബൈ. എന്റെ ഔട്ട്ഫിറ്റ് നന്നായിട്ടുണ്ട് ഇന്നത്തെ. സൂപ്പർ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ. യെസ്, കഴിഞ്ഞു. ബാഗിന് വരെ നമ്മുടെ റൂമൊന്നും നിങ്ങൾ ആരും മൈൻഡ് ചെയ്യരുത് കേട്ടോ. ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ല. അപ്പോഴത്തേക്ക് അതാരും ചോദിച്ചില്ല. അപ്പോഴേക്കും അടുത്ത ട്രിപ്പ്. ബാഗിന് വരെ കവറൊക്കെ ഇട്ട് സ്പീക്കർ, ഇത്രയേ ഉള്ളൂ ലഗേജ്. വലിയ ബാഗ്. പ്രൊമോഷൻ അല്ല, കാരി പ്രോന്റെ ബാഗാണ്. എത്ര ബാഗ് കൊള്ളുന്നറിയോ? അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡ്രസ്സൊക്കെ എടുക്കാൻ ഇതെല്ലാം തുറന്നെടുക്കേണ്ട ആവശ്യമില്ല. കാണിച്ചില്ല എക്സാമ്പിൾ. അല്ല, എല്ലാരും ട്രാവൽ ചെയ്യണവർക്ക് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഊട്ടി പോണ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു ദിവസത്തെ പാക്കിങ്. ഈ റൂമിൽ എന്നും ഇങ്ങനെ കച്ചറയാണ്. കാരണം എന്താ, എല്ലാ ശനി ഞായർ ഇതന്നെ. ഡ്രസ്സുകൾ എടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, പോകുന്നു, വീണ്ടും കൊണ്ടിടുന്നു, അടുത്ത ആഴ്ച വീണ്ടും പാക്ക് ചെയ്യുന്നു, പോകുന്നു. അല്ലേ? ഊട്ടിയിൽ എത്രയാണ് മറ്റേ ഇത്? അപ്പൊ രാത്രി എന്താ ചെയ്യാ, എല്ലാ ആഴ്ചയും തന്നെയാണ് അവസ്ഥ. പക്ഷെ ഫുഡ് കഴിക്കാൻ ഊട്ടി പോണത് ഒരു വെറൈറ്റി അല്ലേ? ടേസ്റ്റ് ചെയ്യണം, വേണം. ശരിയാണ്. പിന്നെ 15 ആയ പെട്ട്. അപ്പൊ ഹുഡ് ഇതാ ഇഷ്ടം പോലെ. ഹുഡീസ്, ഡ്രസ്സുകൾ, ചാർജസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. എല്ലാ ബാഗും നമ്മൾ മേലെ എടുക്കുക. എങ്ങനെയല്ല തുണി എടുക്കേണ്ടത്. പക്ഷെ ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിയിലാരെയും തുണി ഉണ്ട് വെച്ചോ, ഈ എല്ലാ തുണി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഈ സൈഡിൽ കൂടെ എടുക്കുക. കണ്ടാ? അപ്പൊ നമുക്ക് എല്ലാം എടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് കറക്റ്റ് പാക്ക് ചെയ്യാൻ. ഞാൻ രാജസ്ഥാൻ പോയില്ലേ, രാജസ്ഥാൻ പോയപ്പോ ഇതിലാണ് എന്റെ 5 ദിവസം ഡ്രസ്സ് എല്ലാം ഞാൻ ഈ ബാഗ്, ഒറ്റ ബാഗിലാണ് പാക്ക് ചെയ്ത്. അടിപൊളി ബാഗാണ്. ഇത് എത്ര വരും ഏകദേശം? പക്ഷെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഒരു 6,000 ആണ് തോന്നുന്നു. ശരിക്കും? എന്നിട്ടാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചു നടക്കണേ? ഈശ്വര, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിന് വേണ്ടി പക്ഷെ കൊറേ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, കൊറേ ആളുകളുണ്ട്, കൊറേ സാധനങ്ങൾ വെക്കാം. കറക്റ്റായിട്ട് പാൻറ്റൊക്കെ നമ്മൾ ചുറ്റി 5 ദിവസം 8 ദിവസത്തേക്ക് 5 ദിവസത്തേക്കൊക്കെ സുഖമായിട്ട്. എനിക്ക് എത്ര ദിവസത്തേക്ക് ഉള്ളൂ? എനിക്ക് അത് കുറവാണ്. 2 ദിവസം മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉള്ളു. അങ്ങനെ ഇടാൻ പറ്റില്ല. ഈ ബോക്സ് ആയിട്ടൊന്നും ഒക്കെ നമുക്ക് ഇതില് മടക്കി വെക്കണം വെച്ചാൽ എല്ലാം നമുക്ക് സുഖമായി കൊള്ളുന്നുണ്ട്. I highly recommend this bag. മതി, അവരെ ഇങ്ങനെ ഫ്രീ പ്രൊമോഷൻ ആയി പോയി. മതി. എന്താ ഗൈസ്, ഞങ്ങളുടെ റൂമിന്റെ നോക്ക് ഡെക്കറേഷൻ. നമ്മൾ വനരൂപയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തതാണ് റൂമിൽ. കുറച്ച് ക്യൂട്ട് ഇത് ചെടി അങ്ങനെയൊക്കെ. ഇപ്പൊ ഫുൾ ഇവിടെ ലൈറ്റ് ഇത് എല്ലാമാണ്. അപ്പം ശരി ഗൈസ്, അപ്പോ എന്താണ്, പിന്നെ നമ്മൾ വനരൂപന്റെ ഓണം കളക്ഷൻ നമ്മൾ സൂൺ അപ്ലോഡ് ചെയ്യും കേട്ടോ. നമുക്ക് എല്ലാ ആഴ്ചയും ഇതേപോലെ ഓട്ടങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ച് ലാഗാണ്. പക്ഷെ ഈ വീക്ക് നമ്മൾ വനരൂപന്റെ ഓണം കളക്ഷൻ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ ഈ വ്ളോഗ് വരുന്നതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോണ വഴിയിലൊക്കെ കാണാം. സോ ഫുഡും ബാക്കി എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഫുഡും ഇതെല്ലാം അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ. ബൈ. നമ്മളുടെ ബാക്കി ഓരോ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിയിട്ട് പോവുകയാണ്. ഇത്രയൊക്കെ പിന്നെ വീട് വിട്ട് ഇറങ്ങിയ പോലെ വരും.
മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഞാനൊരു കെട്ടല്. നമ്മളെവിടെ എത്തി? നമ്മൾ കൂന്നൂർ അല്ലേ? നമ്മളുണ്ടല്ലോ 5 മണിക്കാണ് ഇവിടെ എത്തിയത്. വളരെ നേരത്തെ പോയി അല്ലേ? 4 മണിക്കൂർ. ആധാർ കാർഡ് ഇല്ലാണ്ടാണ് ടിപ്പിന് വന്നിരിക്കുന്നത്. ആധാർ കാർഡിലെ ബാങ്ക് പാസ്ബുക്ക് പോലെ എത്ര 09 AZ എടുത്തില്ലേ ബാഗ്? തുറക്കാൻ പറ്റും. ഇനിയും പഠിച്ചിട്ടുള്ളത് ബാക്കിൽ മുട്ടോടാ. അങ്ങനെ പറയും. ഇത് കൊടുത്തത് ഇത് കൊടുത്തപ്പോ അവര് പറഞ്ഞു ഇതല്ല ഇയാള്. ഏതാണ്? എന്താണ് ഇതിന്റെ പേരെന്താ? ഇതിത്തിരി അവര് പ്രശ്നം പറഞ്ഞെങ്കിലും ഞങ്ങൾ കുറച്ച് പറഞ്ഞിട്ട് ഇത് കൊലക്കേസ്. നമ്മള് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കൂന്നൂരിലെ ഹോട്ടൽ വിവേക് എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ. സോ നമ്മളിവിടെ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ നല്ല കൊണ്ടുപോകാൻ പോകുന്നത്. റാമൻ ആദി ചന്ദൂസിനോടൊപ്പം വ്ളോഗർ വൈഷ്ണവ് റൂം കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ല? ഞാൻ എല്ലാവരുടെയും പോയിട്ട് ഇത് കണ്ടില്ലേ വന്ന പാടെ. അല്ല ഞാനല്ല, നിങ്ങളല്ലേ പറയുന്നത്, ഞാൻ എടുക്കട്ടെ? അപ്പൊ ക്യാമറമാൻ അത് കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ റൂം. പറഞ്ഞോ. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾക്ക് 5 പേർക്കാണ് സ്റ്റേ. അടിപൊളി ഒരു വിന്റേജ് ലുക്കുള്ള റൂമാണ്. ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി ഒരു റൂം വേണം പറഞ്ഞിട്ട് നമ്മൾ വിന്റേജ് ഒരു സെറ്റപ്പിലാണ്. മരങ്ങളൊക്കെ ഉണ്ട്. ഇത് മൂന്നെണ്ണം ഞങ്ങൾ കൊണ്ടുവന്നാണ്. ഇവിടുത്തെ അല്ല. മൂന്നെണ്ണം വേറെ വഴിക്ക് വണ്ടി കയറിയതാണ്. എന്റെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. മൂന്നെണ്ണം കൂടെ വണ്ടി കയറി. അത് ക്യാൻസൽ ചെയ്തോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേയുടെ ബെഡ്റൂം അല്ലേ? ഇനിയിപ്പോ എന്താ, വന്നത് കുറച്ചധികം ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഇനി വേറെ എന്തൊക്കെയാ പരിപാടി ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ മെയിൻ കാര്യമുണ്ട്, അത് നമുക്ക് നാളെ പോവാല്ലേ? അത് നാളെ നമ്മൾ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം റെസ്റ്റോറന്റിൽ വല്ല ഫുഡ് ഉണ്ടോ എന്ന് അറിയാൻ പോവാണ്. സമയം 6 മണി. തണുപ്പാ? ആ ഉണ്ട്. എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. വൈശ്വാട്ടിന് കളിക്കാൻ ഇവിടെ പ്ലേ ഇതിപ്പോ ആരെ വ്ളോഗ്? ഹോട്ടൽ വിവേക് ആണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. വീണ്ടും തെറ്റണു, ഞാനാണ് ക്യാമറമാൻ. സോറി. ആ അപ്പൊ ഞങ്ങൾ ഹോട്ടൽ വിവേകിലാണ് സ്റ്റേ. ഓക്കെ, ഞങ്ങൾ 5 പേരുണ്ട് ആക്ച്വലി. 5 പേരും കൂടെ വന്നിരിക്കുകയാണ്. പെട്ടെന്നൊരു ഫുഡ് കഴിക്കാനുള്ള മോഹത്തിൽ വന്നാണ് എല്ലാരും കൂടെ. പക്ഷെ നമ്മളെ സ്പെഷ്യൽ ഫുഡ് നാളെ ഇപ്പൊ വൈകുന്നേരം ഈവനിങ് ആയപ്പോ ഇവിടെ റെസ്റ്റോറന്റിൽ ഫുഡ് ഉണ്ട്. അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വേറെ എവിടെയും പോകുന്നില്ല. പിന്നെ കളിക്കാൻ നമുക്ക് എല്ലാവർക്കും കളിക്കാനും എന്റർടൈൻ ചെയ്യാനും ഇവിടെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് കുതിര. ഇതിലാണോ താങ്കൾ കളിക്കാൻ പോണത്? കുട്ടീനെ കളിക്കാൻ പറ്റിയില്ല. ഓ ഓക്കെ, കുട്ടിക്കാലത്ത്. ആ അതുകൊണ്ട് അതെന്താണ് കുട്ടികളെ കടത്താനോ? ഓക്കെ പോട്ടെ, സാരില്ല. വാ, എനിക്ക് വിശന്ന് കുഴയുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ എന്താണ് ഒളിഞ്ഞു നോക്കുന്നു. അതാ ഓക്കെ, സെക്ഷനിലോട്ടാണോ പോണേ? റെസ്റ്റോറന്റ്, ഫസ്റ്റ് റെസ്റ്റോറന്റ്. അർജുനേട്ടൻ കുഴോ, അർജുനേട്ടൻ ദിവ്യ ചേച്ചിനെ മിസ് ചെയ്യണു എന്ന് പറയണം. ഫോട്ടോഷൂട്ട് പരിപാടികൾ. വിശക്കണോ? വിശക്കുന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നത്തിൽ എന്റെ ഭർത്താവ്.
സ്നാക്സ് കഴിക്കാൻ പോവാണ്. 3 പേര്, ഇതാരാന്ന് എനിക്കറിയില്ല, വേറെ 3 പേരും കൂടെ നടക്കാണ് ഇവിടെ. ക്ലൈമറ്റില് നല്ല പീസ്ഫുള്ളായ സ്ഥലം അല്ലേ? ഊട്ടി പോലെ റഷില്ല അവിടെ. ഇല്ല, ക്ലൈമറ്റ് നല്ല തണുപ്പ് വന്നു. നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും സ്വെറ്റർ ഇട്ടിട്ടാണ് നടക്കണത്. ഇവിടെ ടൂറിസ്റ്റ് പീപ്പിൾസ് കമ്മിയാണ്. ഞങ്ങൾ ഇരിക്കുന്ന അവിടെ ഒരു ടൗൺ തന്നെയാണ്. അടിപൊളി സ്പോട്ടിലാണ്. ഇവിടെ നോക്കിയാൽ കുന്നൂർ ടൗണാണ്. കുന്നൂരാണ്. അപ്പം കുന്നൂറുള്ള ശ്രീ രാമചന്ദ്ര ഹോട്ടലില് മെയിൻ ഒരുപാട് നല്ല ഡിഷസ് ട്രൈ ചെയ്യാനാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവർക്ക് ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹോട്ടൽസ് തന്നെ കുറെ വന്നിരിക്കുന്നത്. അവരുടെ തന്നെ ഒരു സ്റ്റേ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ്. ഒന്നാമത് സൂപ്പറാണ്. അതെന്താ ഹോട്ടൽ വിവേക് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മളിപ്പോ സ്റ്റേ ചെയ്യുന്നത്. ഈ ഹോട്ടൽ വിവേകും ഈ ഹോട്ടൽ രാമചന്ദ്രയുടെ പ്രോപ്പർട്ടിയാണ്. ഇനി വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കഫേക്ക് പോവാണ്. കഫേ വന്നിട്ട് ശ്രീലക്ഷ്മി കഫേ അല്ലെ, ഹോട്ടൽ സംതിങ്, അതും ഇവരുടെ പ്രോപ്പർട്ടിയാണ്. ഇത്ര തല്ലാണ് അക്ഷയനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട്. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇത്രയൊക്കെ എന്താ പറയാനുള്ളത്? പുള്ളിക്കാരനെ കുറിച്ചിട്ടല്ല, സ്ഥലത്തിനെ കുറിച്ചിട്ട്. പുള്ളിക്കാരൻ നല്ല മറവിയാണ്. ക്ലൈമറ്റ് ഉദ്ദേശിച്ചത്ര പോരാ. ഞാൻ നല്ല കോൾഡ് ആവുന്ന വെച്ചാണ് വന്നത്. പക്ഷെ മഴയില്ല. ഇതൊക്കെ തണുപ്പാന്ന് തോന്നുന്നു. നമ്മളെ ഇടയ്ക്ക് വന്നിട്ട് ഇപ്പൊ ആകെ കുറച്ചു നേരം ആയിട്ടുള്ളൂ. ഇനി രാത്രിയൊക്കെ കാണാം നിങ്ങളുടെയൊക്കെ തണുപ്പുകള്. അപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ വന്നത് അപ്പോഴാണ്. ഞാൻ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കല്യാണം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു പോയി. എന്താണ് നമ്മുടെ അച്ഛന്മാർ പോലും ജനിച്ചിട്ടുണ്ടായില്ല 3 വർഷം. നമ്മള് കുറെ റീൽസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഊട്ടിയിൽ വരുന്നവരൊക്കെ മസ്റ്റായിട്ട് കഴിക്കണം, ഫുഡ് കഴിക്കണം, ഹോട്ടൽസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് വന്നത്. പക്ഷെ ഇവർക്ക് എല്ലാ പ്രോപ്പർട്ടീസും ഈ ഒരു ടൈമിൽ തന്നെ ഉണ്ടാക്കിയത് 1957. അപ്പൊ അത്ര അടിപൊളി ആയതുകൊണ്ടാണല്ലോ ഇത്ര വർഷങ്ങളെ. അപ്പൊ നമ്മൾ ഇപ്പം ചായ സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ വന്ന് വേഗം കഴിക്കട്ടെ, വിശക്കുന്നത്. ഒരു വൈബൊക്കെ ആയത്. സാമ്പാർ വേണം. ഗീ റോസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇവരെന്താ ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല. അവിടെ ഇതാ തട്ടിഡ്ലിയാണ്. തട്ടിഡ്ലി, ചട്നി, സാമ്പാർ, തക്കാളി ചമ്മന്തി. ദോശ നമ്മുടെ അവിടുത്തെ പോലെ നന്നായിട്ട് അടിപൊളി. എനിക്ക് പണ്ട് ഊട്ടി വന്നിട്ട് ചട്നി കഴിച്ചത് നല്ലൊരു ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഫസ്റ്റ് ഇയർ വന്നിട്ട് നമ്മള് പണ്ട് പ്ലസ് ടു വന്നിട്ട് ചട്നി കഴിച്ചു, മക്കള് ചട്നി കഴിച്ചു. ഇഡ്ലി ചട്നിയാണോ വെള്ളം പോലെ ചട്നി, മക്കളുടെ ചട്നി. അതേ ഓർമ്മ എന്റെ ചോക്ലേറ്റ് ലഡു, കോക്കനട്ട് ബർഫി. ഇത് എന്തോ ഒരു പീഡ സംതിങ്. ബാക്ക് ടു നമ്മളുടെ ഹോട്ടലിലോട്ട് വന്ന് ഇവിടെ ചെറിയ ചെറിയ ഗെയിമിങ് ഏരിയാസ് ഉണ്ട്. ഇവിടെ ചെസ്സ്, പിന്നെ ക്യാരംസ്, അങ്ങനെ. പിന്നെ ശരിക്കത്തെ പ്ലേയിങ് ഏരിയാസ് ബാക്കിലാണ്. അത് നമ്മൾ നാളെ പോകുന്നതെന്ന് തോന്നുന്നു. രണ്ടാളും കൂടെ ചെസ്, ബുദ്ധിക്കളിയാണ് ഇവർക്ക് പറ്റുള്ളൂ എന്നൊക്കെയാണ് ഡയലോഗ്. ഭർത്താവ് ആള് തോറ്റ ആളിവിടെ പറയും. ഈ കളിയൊന്നും പിന്നെ കാണില്ല.
അതറിയില്ലേ? അങ്ങനെ ആ ഗെയിമിൽ വൈശോട്ടൻ അതിശക്തമായി ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കളി ക്യാരംസ്. മൈ നീ കളിക്കണ്ട, എനിക്കറിയില്ല. മെല്ലെ മെല്ലെ കളിക്കറിയാട്ടാ. കട്ടൊക്കെ കുറെ കാലമായി മുകളിൽ പോയി കട്ടൊക്കെ അതിന് 40 കോയുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പക്ഷേ എത്ര കൈയൊക്കെ വറക്കണടാ അടിക്കുമ്പോഴേക്കും. തന്നെ ഒക്കെ നീക്കി. എവിടെ ഉണ്ടായിരുന്നത്? എന്റെ ഷോർട്സ് അങ്ങനെ അതാ അവിടെ നല്ല ബഹളം ട്ടാ. നമ്മള് DJ കാണാൻ പോവാണ്. നമ്മള് DJ റെസ്റ്റോ ബാറിൽ പോവാണ്. പക്ഷെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആയതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവിടെ കുറച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പൊ റെസ്റ്റോറന്റിൽ വെച്ച് കാണാം. അല്ല, അത് ഇത്തിരി കാണിച്ചു കൊടുക്കാം അല്ലെ. ഇവിടെ റെസ്റ്റോ ബാറിന്റെ ഒരു വൈബ് കാണിച്ചു തരാം. ഇവിടെ തന്നെ നമ്മൾ കഴിക്കുന്നു. Bye, we are going into Resto Bar. ഉള്ളിപ്പോ ഉള്ളിപ്പോ ഉള്ളിപ്പോ. അയ്യോ, ഷോർട്സും കൂടി എടുക്കായിരുന്നു. എന്തൊക്കെയാണ്? പൊറോട്ട, ചിക്കൻ കറി. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ചിക്കൻ ഫ്രൈഡ് റൈസ്. ഉപ്പല്ല, അങ്ങനെയല്ല, ഉപ്പല്ല കഴിക്കാൻ പോകണം. പറഞ്ഞിട്ടില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പൊ സമയം 9:30. തണുപ്പുണ്ടല്ലോ. രാത്രിയാണ് ശരിക്കും തണുപ്പ് അറിഞ്ഞത്. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. എനിക്കൊക്കെ തലവേദന നിൽക്കാൻ പറ്റാത്ത അത്രയും എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതൽ തലവേദനയാണ്. ഇനിയും മാറിയിട്ടില്ല ആ തണുപ്പ് കാരണം. നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രോ ഇപ്പോഴാണ് വന്നത്. 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. സക്സസ്ഫുള്ളി ഞങ്ങളിപ്പോൾ 9:45 ഇതപ്പം ഇറങ്ങണത്. അപ്പം ഇനി വല്ലതും അവിടെ ഫുഡ് ബാക്കിയുണ്ടോയെന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ കഴിക്കാം. ഞാൻ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തലവേദന ആയതുകൊണ്ട് ഇവിടെ ഇവിടെ വന്നപ്പോൾ മുതൽ തലവേദന ആയതുകൊണ്ട് ഭക്ഷണം രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഇതാ വരുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിവിടെ അയ്യോ അമ്മ എന്ന് കിടക്കും. ഞാൻ 10 മണിക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പേര്. 7 to 10 ഞാൻ ഇന്നലെ അവിടെ കണ്ടായിരുന്നു. അതെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനൂസ് ആണ് കേട്ടോ. അവിടെ ഇഡ്ഡലി, ദോശ, പൊങ്കൽ, കേസരി. ഇതിൽ എന്തൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് അറിയില്ല കേട്ടോ. കേസരി ഉണ്ട്, പൊങ്കലുണ്ട്, കിച്ചടി ഉണ്ട്, സാമ്പാർ, ദെൻ ചട്നി, ടൊമാറ്റോ ചട്നി, എഗ്, ദെൻ കോൺഫ്ലെക്സ് ആൻഡ് ഇതെല്ലാം റീഫിൽ ചെയ്യുമെന്ന് തോന്നുന്നു. ബ്രെഡ്, ദെൻ ഫ്രൂട്ട്സ്, അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കും. എന്താ സാധനം? അടുത്തത് വരുമോ? ഓ, മാവൊഴിച്ചു. ഇനി അതെന്നെ പരത്തെന്ന് തോന്നുന്നു. ഇനി അത് കറക്റ്റ് വെന്ത് വരുമ്പോൾ
കറക്റ്റ് ദോശ വരും. ഇതൊന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നെയ്യൊക്കെ ഒഴിക്കും. ഡയറ്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല അല്ലേ. കാടമം ചായയാണ് എടുത്തത്. ബ്രെഡ് ഹെൽത്തി വേണ്ട, ബ്രെഡും ജാമും വേണ്ട. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്തത് ദോശ, ഇഡ്ഡലി, കേസരി, ചട്നി, ചമ്മന്തി, മുട്ട. ഇത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ്. ടൈം ആയതുകൊണ്ട് വേഗം കഴിക്കട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അത് പറയാൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ പുട്ട് കടല ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്ന് ഞാൻ വൈശാട്ടിൻ്റെ അടുത്ത് രാവിലെ തന്നെ പറഞ്ഞു നമുക്ക് പോയി പുട്ടും കടലയും കഴിക്കണം. അപ്പം വൈശാട്ടൻ തമിഴ്നാട് പുട്ടും കടലയാണ് പറഞ്ഞപ്പം എനിക്ക് ഈ സാമ്പാർ ഇഡ്ഡലി അങ്ങനത്തെ ഒന്നും ഇഷ്ടമേ അല്ല. പക്ഷേ അത് കേരളത്തിലെ ഇഡ്ഡലിയും സാമ്പാറും ഇവിടുത്തെ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ ആകെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, കേസരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അത് അടിപൊളിയായിരുന്നു. ഇഡ്ഡലി സാമ്പാറും അടിപൊളി, പുട്ടും കടലും ഇല്ല എന്നുള്ളൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അസ് എ ഫുഡി വൈശാട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും. എങ്ങനെ അല്ല വൈശാട്ടൻ്റെ ഫുഡ് ഭയങ്കര നന്നായിട്ടില്ലേ, അടിപൊളിയാണ്. റിസോർട്ട് കാണിച്ചു കൊടുത്ത് നല്ല പീസ്ഫുൾ ആയിട്ടിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ചുമ്മാ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ്, നല്ല പീസ്ഫുൾ ആയിട്ട് നടന്നു പ്രേതാലയം പോലെ. ഇല്ല വാ പിടിക്കുന്നോ. സോ നല്ല അടിപൊളിയായിരുന്നു. ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് നോക്കട്ടെ, അതൊക്കെ ചെയ്യണം. പിന്നെ ലഞ്ച് കഴിക്കണം, പിന്നെ വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ട. വൈശ്വാട്ടൻ്റെ ബോയ്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യട്ടെ, ഡിസ്റ്റർബ് ചെയ്യേണ്ടതാണ് കിട്ടിയ ഓർഡർ. അയ്യേടാ എന്താ എൻജോയ്മെന്റ്, കുട്ടികളുടെ ഊഞ്ഞാലാടുന്നാണ് എൻജോയ്മെന്റ്. സോ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ റെഡി ആവണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എണീറ്റ് പല്ലേച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തോറ്റുപോയി. എന്ത് ചെയ്യാൻ, എന്റെ ഭർത്താവ് എപ്പോഴും ജയിച്ചു. അപ്പൊ ഇനി നമുക്ക് ഈ റിസോർട്ടിൽ തന്നെ വേറെ എന്തോ ഒരു ഗെയിം സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ട്രക്കിംഗ് ഉണ്ട്, ഇനി അതിന് പോവാന്ന് പറയുന്നത് വൺ ലേറ്റ്. ഇതാ ഓരോരുത്തർ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു സമയം. അപ്പൊ ഗൈസ് ഇനി ഗെയിം എന്തെങ്കിലുമൊക്കെ ഉണ്ട് നോക്കിയിട്ട് വരാം. ഓ ഇല്ല, നിങ്ങളുടെ ഫോൺ ഞാൻ എടുത്തിട്ടില്ല. വേണ്ട തൊപ്പി, നോ തൊപ്പി വേണ്ട. വ്ളോഗിൽ അപമാനിക്കാം. യെസ്, ലെറ്റ്സ് ഗോ. ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ടീമിന്. അതാ ബോളൊന്നും ഞാൻ എടുത്തിട്ട് വരില്ല കേട്ടാ, വീഡിയോ മാത്രമേ ഉള്ളൂ. ഈ അർജുനാട്ടൻ തോൽക്കരുത് ഇതില്. ഓക്കെ, വാശിയേറിയ പോരാട്ടം. ആര് ജയിക്കും? പൗഡർ ഇല്ലാത്ത ആളാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ നിമിഷം വന്നിരിക്കുകയാണ്, നമ്മുടെ ലഞ്ച് ടൈം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ശ്രീ രാമചന്ദ്രയില് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൊ ഇപ്പൊ 2 മണി, നല്ല വിശപ്പ്. അവിടെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽസ് എല്ലാം ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മളുടെ കൂട്ടത്തിൽ വരാൻ പറ്റാത്ത 2 ഏട്ടന്മാരാണ്. അവർക്ക് വരാൻ പറ്റില്ല, അതിന്റെ സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. നമ്മളിവിടെ ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മളിപ്പോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടുത്തെ കുറെ സ്പെഷ്യൽസ് ഒക്കെ പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും അങ്ങനെ എന്തൊക്കെയോ പൊറോട്ട എന്തൊക്കെയോ കുറെ സ്പെഷ്യൽ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇവരോടും ചോദിച്ചിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, വെല്ലിംഗ്ടൺ പൊറോട്ട എല്ലാരും അറ്റാക്ക് ചെയ്യാൻ. അതെ, വെല്ലിംഗ്ടൺ പൊറോട്ട നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. സ്പെഷ്യൽ വില്ലിംഗ്ടൺ പൊറോട്ട അടിപൊളി. കൊള്ളാട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. അതിന്റെ ഒപ്പം നമ്മൾ കുറെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പൊടി എന്ന് പറഞ്ഞിരുന്നു, ഈ പൊടി ചിക്കൻ, ഗീ പൊടി ചിക്കൻ, ഗാർലിക് ചിക്കൻ നന്നായിട്ടല്ലേ ശരിക്കും ഗൈസ്. ആ സ്പെഷ്യൽ എന്ന് പറയുന്നത് അടിപൊളി സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ആക്രാന്തം കാണുമ്പോൾ മനസ്സിലാവും, അടിപൊളിയായിട്ടുണ്ട്. നമ്മള് വീണ്ടും എഗ് ബിരിയാണി പറഞ്ഞു, ചിക്കൻ ബിരിയാണി എല്ലാം തീർന്നു. പിന്നെ ചിക്കൻ കൊത്തു പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ് ഈ മട്ടൻ ചോറ് അല്ലേ, മട്ടൻ കറി ചോറ്. അതുകൊണ്ട് മട്ടൻ കറി ഉണ്ട്, റൈസ് ഉണ്ട്, പപ്പടം, അച്ചാർ, കേസരി, പിന്നെ തൈര്, മോര്, അങ്ങനത്തെ പരിപാടി. നമ്മുടെ തോരൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഇതാണ്ടില്ലേ ഇവിടെ അറ്റാക്കിംഗ് ആണ് ഫുഡിന്, അത്ര അടിപൊളിയാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ്. നമ്മളിപ്പം ഇവിടുത്തെ സ്പെഷ്യൽ മാത്രമേ ഓർഡർ ചെയ്യുന്നുള്ളൂ. ഇവര് തന്നെ പറഞ്ഞു ഇതെല്ലാമാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന്. പക്ഷെ അതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതെ, നമ്മൾ അങ്ങനെ ലാസ്റ്റ് സ്വീറ്റ്സ് ആയിട്ട് ബൺമസ്ക പോലെയുള്ള ഒരു സാധനം, പക്ഷെ നന്നായിട്ടല്ലേ. ബട്ടറാണോ അതിന്റെ ഉള്ളിലൊക്കെ? ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മറ്റേ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബൺമസ്ക ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടില് പാർസൽ ചെയ്ത് കൊണ്ടുപോവാന്ന്, പക്ഷെ തീർന്നു. പിന്നെന്തിനാ എത്രയും ബില്ല് ഞങ്ങള് ഇപ്പൊ പറയണ കേൾക്കണ്ടാവോ? നമുക്ക് കുറച്ച് മാറി നിന്ന് 3308 3308 രൂപയുടെ ഭക്ഷണമാണ്. ഞാനല്ല, ഞങ്ങൾ 5 പേരും കൂടെ കഴിച്ചത് അല്ലേ. സംസാരിക്കാൻ കൂടാതെ അത് കൂടാതെ പാർസൽ അത് ഇൻക്ലൂഡഡ് അല്ല, അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, അത് സെപ്പറേറ്റ്. ഗൈസ്, അപ്പൊ നിങ്ങളുണ്ടല്ലോ ഊട്ടി കൊടൈക്കനാൽ ഗൈസ്, അപ്പോ വണ്ടി എന്റെ സ്വത്തു. ഗൈസ്, ഊട്ടി കൊടൈക്കനാൽ പോണവര് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സൊക്കെ നിറയാന്ന് പറയില്ല, അങ്ങനെ ഒരു ഫുഡ് കിട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ പാർസലും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ കൂണൂറാണ്, ശ്രീ രാമചന്ദ്ര ഹോട്ടൽ. അപ്പം എനിക്ക് അപ്പൊ അടിപൊളി ഫുഡാണ്. അപ്പം നിങ്ങൾ ഊട്ടി കൊടൈക്കനാൽ പോണവര് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നമ്മള് അടിപൊളിയായിട്ട് ടേസ്റ്റോടുകൂടി ആസ്വദിച്ച് കഴിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ഊട്ടി കുന്നൂർ ട്രിപ്പ് കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഏകദേശം 6 മണിയായി. അവസാന ഫോട്ടോഷൂട്ട്സാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് ഒരു 10 മണിക്ക് എത്തും തോന്നുന്നു. വണ്ടി കയറിയിരുന്നു. സോ നമ്മൾ കീയൊക്കെ കൊടുത്ത് വളരെ സങ്കടത്തോടു കൂടി നമ്മൾ കുന്നൂറിൽ നിന്നും ബായ് പറയുകയാണ്. കുന്നൂറിൽ നിന്നും ബായ് പറയണം. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഊട്ടി കൊടൈക്കനാലിൽ പോകുന്ന ട്രിപ്പ് കൊടൈക്കനാല് വേറെ ആണ്. സോ ഊട്ടിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ, ഈ പ്ലേസും ഈ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ വി ആർ ഗോയിങ് ബാക്ക് ടു പാലക്കാട്. നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.